ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. ഒന്നിനും സമയമില്ല, എന്തൊരു തിരക്ക്, ഒന്ന് അല്പം ഫ്രീ ആയെങ്കിലും വിചാരിക്കും. പക്ഷെ നിങ്ങൾക്ക് വയസ്സാവുമ്പോൾ ഈ തിരക്ക് അനുഭവിച്ചാൽ നിങ്ങളുടെ ജീവിതം ശുഭം. തിരക്കാണ് നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ തിരക്കിലോടുകൂടി നമ്മുടെ വിഷമതകൾ എല്ലാവർക്കും വിഷമം കാണില്ല. വിഷമം ഉള്ളവർക്കും അല്ലെങ്കിൽ പ്രായമായി എന്നുള്ളൊരു വിഷമം ഉള്ളവർക്കും ഒക്കെ നമുക്ക് തിരക്ക് സ്വന്തം ആയിട്ട് തിരക്ക് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നമ്മുടെ ശാരീരിക പ്രശ്നം ഉണ്ടാവില്ല, മാനസിക പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴും അടുത്ത എന്ത് ചെയ്യട്ടെ എന്നുള്ള തിരക്ക്. അത് എന്തുമാവട്ടെ, ഒരുപക്ഷെ വീട് വൃത്തിയാക്കലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കരകൗശല വസ്തുക്കൾ തയ്യാറാക്കുന്നതിലായിരിക്കാം, ഇല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമായിരിക്കാം. എന്തും ആയിക്കോട്ടെ, നമ്മൾ രാവിലെ കണ്ണു തുറന്ന കിടക്കുന്ന സമയം വരെ തിരക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആ തിരക്ക് നമ്മളെ എന്തുമാത്രം സഹായിക്കുമെന്ന് അനുഭവിച്ചറിയുമ്പോഴേ. ചെറുപ്പകാലത്ത് നമുക്ക് അതൊന്നും തോന്നില്ല. കാരണം അയ്യോ ഭയങ്കര ടെൻഷനായിരിക്കും, ഒന്നും നടക്കുന്നില്ല, സമയവും തികയുന്നില്ല, എന്ത് ചെയ്യാൻ 24 മണിക്കൂർ തികയില്ല. പ്രത്യേകിച്ച് വർക്കിംഗ് വിമന് പറയുകയും വേണ്ട. ഡ്യുവൽ റോൾ ഓഫ് വർക്കിംഗ് വിമൻ ഭയങ്കര സംഭവമാണ്. ഒന്നിനും സമയം കിട്ടാം. ഇപ്പം അത്ര വേണ്ട, കാരണം എല്ലാവരും ഹസ്ബൻഡ്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. രണ്ടും പറയുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യാത്തവരും ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം നമുക്ക് ആ തിരക്കല്ല നമ്മുടെ, ഒന്നുകിൽ ജോലി ചെയ്തവർക്ക് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഏജ് കൂടുന്തോറുമുള്ള തിരക്ക് അപാരമാണ് കേട്ടോ. ആ തിരക്ക് നമ്മുടെ സ്വയം ആ തിരക്ക് ഉണ്ടാക്കി നമ്മുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കണം. അതിന് പിന്നെ ഏജൊന്നുമില്ല, എത്ര ഏജ് വരെ നമ്മൾ ജീവിക്കുന്നു, നമ്മൾ തിരക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി ഞാൻ വേറൊരു അധ്യായവുമായിട്ട് നാളെ കാണാം. ബൈ.